നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആളുകൾ അറിഞ്ഞുകൊണ്ട് നിയമലംഘനം നടത്താറുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു ശിക്ഷയും കിട്ടാതെ വളരെ അഹങ്കാരത്തോടു കൂടി തന്നെ ഇതൊന്നും ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് നടന്നു പോകുന്നു. അല്ലെങ്കിൽ പല മേഖലകളും ഇത് കാണാറുണ്ട്. പക്ഷേ ചില അബദ്ധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ ഒരു നിയമലംഘനം നടന്നാൽ അതിന് വലിയ പിഴയൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർ അല്ലെങ്കിൽ പാവപ്പെട്ടവരൊക്കെ വല്ലാതെ പരിഭ്രമിച്ചു പോകും. അങ്ങനെ ഒരു കാര്യമാണ്. അടുക്കള ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് KSEB ഇട്ട പിഴ 57,005 രൂപയാണ്, 1,00,000 രൂപ. പത്തനംതിട്ട പ്ലാങ്കമൺ സ്വദേശിയാണ് പുഷ്പലത. അപ്പോൾ വല്ലാത്തൊരു സങ്കടാവസ്ഥയിലാണ്. എന്താണ് പുഷ്പലതയ്ക്ക് പറ്റിയ അബദ്ധം, എങ്ങനെയാണ് ഈ 57,000 രൂപ പിഴ വന്നത് എന്ന് ആദ്യം അറിയാം. ലൈഫ് പദ്ധതി ലഭിച്ച സഹായത്തിന് പുറമെ അധിക ധനസമാഹരണം നടത്തിയാണ് പുഷ്പലത വീട് പൂർത്തിയാക്കിയത്. അതിനോട് ചേർന്ന് നിർമ്മിച്ച ചായ്പിന് ഗ്രില്ല് പിടിപ്പിക്കുന്ന ജോലികൾ കഴിഞ്ഞ 15-നാണ് നടന്നത്. വെൽഡിംഗ് ജോലികൾക്ക് ആവശ്യമായ വൈദ്യുതി എടുക്കുന്നതിന് മുൻകൂർ അനുമതി തേടിയില്ല എന്നുള്ള വിഷയമാണ് പ്രശ്നമായി മാറിയത്. എനിക്കിതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഇങ്ങനെ അനുമതി വാങ്ങണമെന്നോ അല്ലെങ്കിൽ KSEB നിയമങ്ങളെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു. KSEBക്കാരിവിടെ വന്ന് എന്നെ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാറ് സിറ്റൗട്ടിൽ നിന്ന് എടുത്തോളാനാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, അവർ മീറ്റർ കണക്ട് ചെയ്താൽ എടുത്തേക്കുന്നതെന്ന് എന്ന് പറഞ്ഞ് അവർ പിന്നെ വന്ന് മകസർ എഴുതി. പിന്നെ പിറ്റേ ദിവസം ഇവിടെ വന്ന് ഇത് മീറ്റർ സഹിതം ഊരിക്കൊണ്ടങ്ങ് പോയത്. പിന്നെ ഞാനും പോയി KSEB ചെന്ന് കാര്യമുള്ള സത്യാവസ്ഥയെല്ലാം തുറന്ന് പറഞ്ഞു. അവർക്ക് ഒരു നയവും നമ്മളോട് കാണിക്കുന്നില്ല. പുഷ്പലത വീട്ടിലില്ലാതിരുന്ന ദിവസമായിരുന്നു ജോലികൾ. മീറ്റർ റീഡിംഗ് രേഖപ്പെടുത്താനെത്തിയ ജീവനക്കാരനാണ് അനുമതി കൂടാതെയുള്ള വൈദ്യുതി ഉപയോഗം കണ്ടെത്തിയത്. തുടർന്ന് ഇദ്ദേഹം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെത്തി സ്ഥലപരിശോധന നടത്തി. തൊട്ടടുത്ത ദിവസം 57,005 രൂപ പിഴയ്ക്കുള്ള നോട്ടീസ് വീട്ടിലെത്തി. വൈദ്യുതി മോഷണക്കുറ്റം കൂടി ചുമത്തിയാണ് KSEB നടപടി. നോട്ടീസ് കിട്ടിയതിന് പിന്നാലെ പുഷ്പലത MLA പ്രമോദ് നാരായണന്റെ സഹായം തേടി. നിർധനയായ വീട്ടമ്മയ്ക്ക് അറിവില്ലായ്മയിൽ സംഭവിച്ച വീഴ്ചയ്ക്ക് ഇത്ര കനത്ത പിഴ മാനുഷിക പരിഗണന അർഹിക്കുന്നു എന്നതാണ് MLAയുടെ നിലപാട്. 7 ദിവസമായി കറണ്ടില്ല. ഈ വീട്ടിലെ മീറ്ററും എല്ലാം എടുത്തുകൊണ്ടുപോയി. യഥാർത്ഥത്തിൽ ചെയ്ത ആളുകളുടെ തൊഴിലാളികളുടെ മൊഴിയെടുക്കാനോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ KSEB തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് തികച്ചും അനീതിയാണ് ഈ വിധവയോട് KSEB കാണിച്ചിട്ടുള്ളത്. ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ ഇതേ സംബന്ധിച്ചുള്ള അന്വേഷണവും തുടർന്നുണ്ടാകണം. അത് MLA എന്ന് തീർച്ചയായിട്ടും വൈദ്യുതി മന്ത്രിക്ക് അതുകൂടി ആവശ്യപ്പെട്ട് നൽകും. ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് ഈ ഏർപ്പെടുത്തിയിട്ടുള്ള ഭാരിച്ച പിഴ പിൻവലിക്കുകയും ഇവരുടെ പേരുള്ള നിയമനടപടി പിൻവലിച്ച് അതിവേഗം ഈ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ആവശ്യം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. പുഷ്പലത KSEB ഓഫീസിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ പിഴ സംഖ്യയിൽ കുറവുണ്ടായിട്ടില്ല. മാത്രമല്ല 16 വിച്ഛേദിച്ച വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുമില്ല. അതേസമയം വെൽഡിംഗ് ജോലിക്കുള്ള വൈദ്യുതി ഉപയോഗം മീറ്ററിൽ രേഖപ്പെടുത്താതിരിക്കാനുള്ള തിരിമറി നടന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് KSEB അധികൃതർ വിശദീകരിക്കുന്നു. ജോലിക്കാർ തന്നെയാകും ഇത് ചെയ്തിട്ടുണ്ടാവുക. പരാതിക്കാരിയുടെ കുടുംബ പശ്ചാത്തലം കണക്കിലെടുത്ത് ഇളവിനുള്ള സാധ്യത തേടിയിട്ടുണ്ടെന്നും റാന്നി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിശദീകരിച്ചു. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ചിലപ്പോഴെങ്കിലും നമ്മൾ പറയാറുണ്ട് ഈ നിയമവും മനുഷ്യത്വവും അത് ചിലപ്പോൾ അങ്ങ് ഒരുമിച്ച് പോകണമെന്നില്ല. ആ ഒരു അവസ്ഥയാണ്. കാരണം KSEBക്ക് വരുന്ന നിയമപ്രകാരം അവർക്ക് നടപടി എടുക്കണം. പക്ഷേ അത് ആ പണിക്കാർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണെങ്കിൽ അവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ആ അനുമതി നേടിയാനെ. ഒരു സാധാരണ സ്ത്രീയാണ്, അവർക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ ഇതെല്ലാവർക്കും എനിക്കൊണ്ട് കണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ടൈല് കട്ട് ചെയ്യണ പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അനുമതി വേണമെന്ന് എല്ലാവർക്കും പെട്ടെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അഭിലാൽ കൂടുതൽ പറയാം. അഭിലാൽ, ഒരു അല്ലേ സ്വന്തം പ്രയത്നത്തിൽ ജീവിച്ചു പോകുന്ന ഒരു പാവം സ്ത്രീയാണ്. അവർക്ക് ഇങ്ങനെ 1,00,000 രൂപയൊക്കെ പെട്ടെന്ന് അടയ്ക്കാൻ പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കറണ്ടും ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ മാനുഷിക പരിഗണന സാധ്യമാണോ? എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? പുഷ്പലതയും മകനുമാണ് ഈ വീട്ടിലെ താമസക്കാർ. ചെങ്ങന്നൂരിലൊരു വീട്ടിൽ അടുക്കള ജോലി ചെയ്താണ് അവർ കുടുംബം പുലർത്തുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുഷ്പലത 3 കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വെൽഡിംഗ് ജോലിക്ക് ആവശ്യമായ വൈദ്യുതി ഉപയോഗത്തിന് മുൻകൂർ അനുമതി വേണമെന്നുള്ള കാര്യം അവർക്കറിയില്ലായിരുന്നു. രണ്ടാമത്തേത് ഈ പ്രവർത്തികളൊക്കെ തന്നെയും ചെയ്തത് വെൽഡിംഗ് തൊഴിലാളികളാണ്. മാത്രവുമല്ല ഈ സംഭവ ദിവസം അവർ ചെങ്ങന്നൂരിൽ ജോലി ചെയ്യുന്ന വീട്ടിലുമായിരുന്നു. ഈ പശ്ചാത്തലമൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടാണ് MLA വിഷയത്തിൽ ഇടപെടുന്നത്. നിയമലംഘനത്തെ അദ്ദേഹം തള്ളിക്കളയുന്നില്ല. അതേസമയം തന്നെ സാമ്പത്തികമായി വളരെ മോശം അവസ്ഥയിലുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഇത്ര ഉയർന്ന പിഴ ചുമത്തിയതിനകത്തിൽ മാനുഷികമായ ഒരു
പരിഗണന ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിഷയം അദ്ദേഹം വകുപ്പ് മന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ന്യായമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെയും താല്പര്യം.